നമ്മുടെ റൂം ഇതാ ഫുള്ള് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വേറെ കാണിച്ചു തരാം. ഇത്ര നേരം ഇവിടെ റെസ്റ്റ് എടുക്കുകയായിരുന്നു. ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ ഞാൻ ജസ്റ്റ് സൈഡായിട്ടൊന്ന് കാണിച്ചു തരാം. നൈസാണ്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ മന്നവന്നൂർ പൂണ്ടി ആ ഒരു സൈഡിലോട്ട് പിടിക്കുക. കുറച്ച് പെട്രോൾ അടിക്കാണ്ട് കുറച്ച് സ്ഥലങ്ങൾ കാണുന്നതല്ല, മോസ്റ്റ്ലി നമ്മൾ കണ്ട സ്ഥലങ്ങൾ തന്നെയാണ്. കുറച്ച് പിക്കൊക്കെ എടുത്തിട്ട് എൻജോയ് ചെയ്ത് ഈ ഒരു സമയം സ്പെൻഡ് ആക്കും. കാരണം നേരത്തെ വെയിലായിരുന്നു. ഇപ്പോൾ ഒരു 3 മണിക്ക് ശേഷം വെയിലൊക്കെ ഒന്ന് അടങ്ങി ഒന്ന് അറസ്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ. സോ ലെറ്റ്സ് കണ്ടിന്യൂ ദി ജേണി. ഒരുപാട് വണ്ടികളിപ്പോൾ എല്ലാം പാർക്ക് ചെയ്ത് കൊടുത്തുനിന്നെടുത്ത് വന്നിട്ടുണ്ട്. നമ്മളും കയറുന്നു വിടുന്നു. പെട്രോൾ 2 കട്ട, ശരിക്കും 2 കട്ടല്ല, 1 കട്ടുള്ളൂ. ഇവിടെ കയറ്റത്തിൽ നിർത്തിയിട്ടാണ് 2 കെട്ട് കാണിക്കുന്നത്. ബക്കർ എല്ലാം പാട പോലെ ഭയങ്കര സൗണ്ടിൽ ബാക്കിൽ വരുന്നുണ്ട്. മിക്കവാറും ഞങ്ങളെ പോലീസ് പൊക്കും ഗൈസ്. പിന്നെ ഇവിടെ ഒന്നും വലിയ സ്ട്രിക്റ്റ് അല്ലാത്ത അങ്ങനത്തെ സീനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പോകുന്നത്. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഓരോന്ന് വരെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒന്നുമല്ല നമ്മളെ മോഡിഫിക്കേഷനൊന്നും. പട്ടി സാർ, നമ്മളെ ലേക്ക് ഏരിയ ആണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. ഒരു ഓവർകാസ്റ്റ് ആയിട്ടുള്ള വെതർ ആയതുകൊണ്ട് ഓവർ സണ്ണി ഒന്നുമില്ല. ബാംഗ്ലൂർ, ഓ അവിടുന്ന് വരിക. അരീക്കോടോ? എന്താ പേരെന്തായിരുന്നു? അതിനാണ്. ആയിക്കോട്ടെ. ഞങ്ങൾ ജസ്റ്റ് റൈഡ് അടിച്ച് ഇപ്പോൾ ഒന്ന് മന്നവന്നൂർ റൂട്ട് പോരുന്നോ? പോര്. അങ്ങനെ നമ്മുടെ ഒരു ഫോളോവറിനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഒപ്പം മന്നവന്നൂർ നമ്മൾ പോകുന്ന റൂട്ടിൽ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പിന്നെ ആൾറെഡി വലിയ എക്സോസ്റ്റും ബഹളമൊക്കെ ഉള്ള വണ്ടികളുള്ളതുകൊണ്ട് ഒന്നുമല്ല. CBR 650R ആണ്. സ്റ്റോക്ക് എക്സോസ്റ്റാണ് കണ്ടിട്ട്. വലിയ സൗണ്ടൊന്നുമില്ല. സ്വീറ്റ് ആയിട്ടുള്ള ഇൻലൈൻ 4ൻ്റെ ആ ഒരു മൂളുന്ന സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. 250. ബാക്കി ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് അടിക്കുക. ഇപ്പോൾ ഫണ്ടില്ല. നിങ്ങൾ വിചാരിക്കും ഞാനിങ്ങനെ പൈസ കുന്നുകൂടിയിട്ട് നല്ല ബാലൻസ് ഉള്ളതുകൊണ്ട് റൈഡ് ചെയ്യാതിരിക്കുന്നു. കാലത്തിലാണ് ഓടുന്നത് വണ്ടി. ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ സത്യാവസ്ഥ. പലർക്കും അറിയില്ല എന്നുള്ളൂ. അടിച്ചിട്ടുണ്ട്, ഇനി ഓടുന്നു. ഒരു 4 കട്ടായിട്ടുണ്ട്. എന്നാ പോവാ, എന്നാ പോര്. മന്നവന്നൂർ റൂട്ടിലേക്ക് കയറുകയാണ് ഗുയ്സ്. കമോൺ. ഈ മന്നവന്നൂർ റൂട്ട് കയറിയതിന് ശേഷം അത്യാവശ്യം നല്ല തണുപ്പാട്ടോ. തണുപ്പ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്ലൈമറ്റ് അത്രത്തോളം മഴ എന്തൊന്നുള്ളതല്ലെങ്കിലും ഒരു മൂടി ടൈപ്പ് ഒരു ഫീലിംഗ് ആണ്. പിന്നെ ഇവിടെ എയർ നല്ല കുറവാണ്. നല്ലെന്ന് പറഞ്ഞാൽ എയർ ഡെൻസിറ്റി കുറവായതുകൊണ്ട് വണ്ടിക്ക് പവർ ലാഗ് നന്നായിട്ട് അറിയുന്നുണ്ട്. എനിക്ക് കൂടെ ഇങ്ങനെ ടോപ്പൻ്റെ ഇങ്ങനെ പിടിച്ച് പോകേണ്ടി വരികയാണ്. അതിന് ആ ടോപ്പൻ്റെ മറ്റേ ശ്വാസം അടക്കി പിടിച്ച് കഴുത്തിന് പിടിച്ച പോലെയൊക്കെയാണ് വണ്ടി കയറുന്നത്. അതായത് ഫുള്ള് എയർ കിട്ടുന്നില്ല വണ്ടിക്ക്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കൂടെയാണ് ഇപ്പോൾ പോകുന്നത്. വലിയ സീനൊന്നുമില്ല. വണ്ടി ചുരമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് താഴെ എത്തുമ്പോഴേക്ക് വണ്ടി പഴയ പവർ മോഡിലോട്ട് തിരിച്ച് മാറുകയും ചെയ്യും. ഈ സമയത്തൊക്കെയാണ് നമ്മൾ കുറച്ചുകൂടി ലോ ആൻഡ് ടോർക്കൊക്കെ വണ്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ച് പോകുന്നത്. നമ്മൾ കൂടെ ഇങ്ങനെ ഹൈ RPM പിടിക്കണ്ടല്ലോ. എയർ കുറവായതിൻ്റെ പവർ ലോസ് ഉണ്ടെങ്കിലും അതൊക്കെ ഒരു എഞ്ചിന് കോമ്പൻസേറ്റ് ചെയ്യും ലോ ആൻഡ് ടോർക്ക് ഉണ്ടാകുമ്പോൾ. എന്തായാലും ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഈ വണ്ടി ഇങ്ങനെയാണ്. നമുക്ക് കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. ചെറിയ ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു ഫോറസ്റ്റ് ടൈപ്പ് ഈ ഒരു റൂട്ട് കാണാൻ. ഭയങ്കര സൈസുള്ള മരങ്ങളുണ്ട്. പല ജാതി സാധനങ്ങൾ. പിന്നെ ഇതിനൊക്കെ ഒരു മൂഡിനെസ് പറഞ്ഞാൽ ഇങ്ങനത്തെ ഓരോ സ്ഥലത്ത് കൂടെ ഒക്കെ പോകുമ്പോഴുള്ള ഈ ഒരു വ്യൂ കണ്ടിട്ട് വണ്ടി ഓടിക്കുന്നതാണ്. മന്നവന്നൂരിലോട്ടുള്ള റോഡ് എന്ന് പറയുമ്പോൾ മോശം ആൾക്കാർക്ക് ആദ്യം മനസ്സിൽ വരിക ഈ ഒരു വളവാണ്. ഈ ഒരു വളവിൽ നിന്ന് നേരെ ഇങ്ങനെ റൈറ്റിക്ക് തിരിഞ്ഞാലാണ് മന്നവന്നൂർ ആ ഒരു കാട്ട് പ്രദേശത്തേക്കുള്ള, കാട്ടല്ല ആ ഒരു ഗ്രാമപ്രദേശത്തേക്കുള്ള വഴി ഇങ്ങനെ തുറക്കുന്നത്. കുറച്ച് നല്ല പ്രതീക്ഷകളുമായിട്ടാണ് പോകുന്നത്. നല്ല ഗോൾഡൻ ഹവറിലെ കാഴ്ചകളൊക്കെ കാണാം.
അയ്യോ, വഴിയിൽ നിന്ന് കിട്ടിയ ഒരു CBR ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ബാക്ക് സൈഡൊക്കെ കാണാൻ ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടുള്ള ചെറിയ വണ്ടി, വലിയ ഓവർ സൈസൊന്നുമില്ല. ചില 1000cc വണ്ടികൾ പോലെ ഇത് 650 ഉള്ളൂ, എന്നാലും ആ ഒരു ഓവർ സൈസായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ല രസമുണ്ട്. പിന്നെ ഇങ്ങനെ നല്ല വളവുകളും തിരിവുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കോർണർ ചെയ്ത് ഇങ്ങനെ പോവാട്ടോ. വഴിയും റോഡൊന്നും അത്രത്തോളം നല്ലതൊന്നുമല്ല. നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആയി സ്ലോ ആക്കിയൊക്കെ പോകേണ്ടി വരും. ഒരുപാട് കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. ആ ഒരു ഗോൾഡൻ, ആ ഒരു സൺറൈസ് അടിക്കുന്ന ഫീല്, അതിൻ്റെ ഒപ്പം തണുപ്പും. ഓ, എന്താ വാലന്റീനോ റോസിയാ? നമുക്ക് കിടത്താം. വേണ്ട. ജോമോ, എന്താ സൈസ് അറിയാം മരങ്ങളൊക്കെ. അയ്യോ, ഇതിലെ ഏറ്റവും പേടിക്കേണ്ട എന്താ പറയുക, ചില ബസ്സുകൾ ഇങ്ങനെ അതായത് വളവൊക്കെ തിരിഞ്ഞിട്ട് അങ്ങനെ സ്പേസ് എടുത്തിട്ട് കയറി വരും. അതൊക്കെ നമ്മൾ നോക്കാതെ കയറി കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. പിന്നെ ഈ ഒരു സ്ഥലത്ത് ഇതൊരു കാട് പോലത്തെ സ്ഥലങ്ങളാണ്ട് ഫുള്ള് മരങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വല്ലാതെ വിസിബിലിറ്റി കിട്ടില്ല. ഈ ഒരു വളവിൽ എന്താ വരുന്നതെന്നൊന്നും അറിയില്ല. പിന്നെ ഇവിടെ ഒന്നും അങ്ങനെ ഹോൺ അടിക്കാൻ പറ്റുന്ന സ്പേസസ് അല്ല. വൈൽഡ് ലൈഫൊക്കെ കുറച്ചൊക്കെ വൈൽഡ് ലൈഫ് ഉണ്ടാവും. പിന്നെ ഈ മരങ്ങളും ഈ ഒരു പൈൻ ഫോറസ്റ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ തന്നെ ഭയങ്കര രസമാണ്. ഈ റൂട്ടൊക്കെ എന്തായാലും കൊടൈക്കനാൽ വന്നിരിക്കേണ്ട റൂട്ടുകളാട്ടോ. ഈ റോഡിൻ്റെ കണ്ടീഷൻ വെച്ചാൽ എന്താല്ലേ. അയ്യോ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ വരിയായിട്ട് പോയിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കൂക്കാലെത്തും. കൂക്കാലിൽ കുറച്ച് നല്ല ഏരിയാസ് ഉണ്ട്. ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ലേക്കിൻ്റെ ഏരിയ ഉണ്ട്. അത് എത്തുന്നതിന് കുറച്ച് മുന്നേ തന്നെ റോഡ് സൈഡിൽ കുറച്ച് പച്ചപ്പൊക്കെ ഉള്ള, നമ്മൾ ഊട്ടിയിലെ മൊട്ടക്കുന്നുണ്ടല്ലോ, മൊട്ടക്കുന്നല്ല അങ്ങനെയല്ല, ആ ഒരു ഗ്രാസ് ലാൻഡൊക്കെ ആയിട്ടുള്ള പച്ചപ്പ് പറഞ്ഞ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെ നിർത്തിയിട്ട് ഒരുപാട് ടൂറിസ്റ്റുകളും ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ നിർത്തിയിട്ട് ഫുഡ് കഴിക്കുന്നു, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് വണ്ടി നിർത്താനൊക്കെ പറ്റുന്ന ഗ്യാപ്പുകളുണ്ട്. ആ ഗ്യാപ്പിൽ പോയിട്ട് നമുക്ക് വണ്ടി പറ്റുകയാണെങ്കിൽ നിർത്താം, കുറച്ച് നേരം സംസാരിച്ചിരിക്കാം. അതൊക്കെയാണ് പ്ലാന്. പിന്നെ അത് കഴിഞ്ഞിട്ട് കൂക്കൽ വാട്ടർഫാൾസ് ഉണ്ട്. അതിലോട്ട് പോകാന്നുള്ള ഉറപ്പില്ല, അത്രയും വണ്ടികളുണ്ട്. ഭയങ്കര പ്രശ്നമാണത്. നമുക്ക് ചെറിയ കുറച്ച് കൗണ്ടൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ വലിയ സീനില്ലാതെ ഇങ്ങനെ പോയി പോരാം. എൻ്റെ മോനെ, ഇന്ന് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് സീനറിയും ഈ ഒരു ആംബിയൻസും കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ മുഖത്തോട്ട് അടിച്ചുകൊണ്ടിരിക്കുക. ഈ അടിച്ച് ഒട്ടിക്കൊണ്ട് ഓടുന്ന ഈ ചുരം റോഡുകൾ തന്നെ ഒരു പ്രത്യേക മൂഡാണ്. അതിൻ്റെ ഒപ്പം നമ്മുടെ ഈ വണ്ടികളും എല്ലാം കൂടെ സീൻ. റൈറ്റൊക്കെ നോക്കി കഴിഞ്ഞാൽ താഴെ എന്ത് വലുപ്പമുള്ള മലകളാണെന്നറിയോ. നമ്മൾ എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ചുരം റോഡിൽ സൈഡിൽ കയറി നിന്ന് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇവിടെ ഒരു ചെറിയ വ്യൂ പോയിൻ്റ് ഉണ്ട്, പക്ഷേ ആരും അത് നിർത്താൻ പോകണില്ല. പളനിമല വ്യൂ പോയിൻ്റ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പളനിമല കാണുമായിരിക്കും. ഞാൻ മുന്നേ വന്നിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് കുറച്ച് ഫോട്ടോ എടുക്കുക, വേറെ കാര്യമായിട്ടൊന്നുമില്ല. ശരി, അന്ന് ഞാൻ വന്ന സമയത്ത് കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഇതിനേക്കാളും തിരക്കും. മഴ പെയ്തപ്പോൾ എല്ലാം കയറിയെങ്കിൽ ഞങ്ങൾ പിന്നെ റെയിൻ കോട്ട് ഇട്ടതുകൊണ്ടൊക്കെ ഇറങ്ങി ചെന്നിട്ടു. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പൂണ്ടി 23 കിലോമീറ്റേഴ്സ്. പുനിതമാനത്. കൊടൈക്കനാൽ കോടയിൽ മുങ്ങിക്കഴിഞ്ഞാൽ അതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൂട്ട് ചിലപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന അസാധ്യമായിരിക്കും കേട്ടോ. അത്രയും ഭംഗിയാണ് ഈ ഒരു സ്ഥലങ്ങൾക്കൊക്കെ. KL65 തിരൂരങ്ങാട് നമ്മളെ നാട്ടുകാരാണ് ഗൈസ്. എവിടെ ചെന്ന് കഴിഞ്ഞാലും മലയാളികളും മലപ്പുറത്തുകാരും ഉണ്ടാവും എന്ന് പറയുന്നത് ശരിയാ. അയ്യോ ദിൽഷാദ്, ഇറക്കായതുകൊണ്ട് പവർ ലോസ് ഒന്നും അങ്ങനെ അറിയുന്നില്ല. പിന്നെ എന്താ, ഞങ്ങൾ ഫസ്റ്റ് വന്ന സമയത്ത് ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഇവിടുന്ന് റിട്ടേൺ പോയേക്കുക. ഈ ഒരു സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നിർത്തിയൊക്കെ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നു. അന്ന് ഇവിടെ ഫുള്ള് കോളമഞ്ഞ് നിറഞ്ഞ് നിൽക്കുക. ആ ഒരു സമയമൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ശരിക്കും. ഗൈസ്, പിന്നെ ഈ ഒരു ഭാഗത്ത് കൊടൈക്കനാൽ വന്നു കഴിഞ്ഞാൽ മുന്നേ വന്നപ്പോഴും കാട്ടുതീ ഉണ്ട്, ഇന്ന് വന്നപ്പോഴും എന്താ അവിടെ കാട്ടുതീയല്ല, അതവിടെ എവിടെ കത്തിച്ച മേലതാ കാട്ടുതീ വെറുതെ ഇരുന്ന് ഇങ്ങനെ കത്തണ്. അന്ന് വന്നപ്പോഴും ഉണ്ടായിരുന്നു. അത് അന്ന് കുറച്ച് ഡിസ്റ്റൻസിലുള്ള മലയായിരുന്നു. ഇന്നിപ്പോൾ നേരെ സ്ട്രെയിറ്റ് നോക്കി കഴിഞ്ഞാൽ അവിടെ കത്തി നശിച്ചുകൊണ്ടിരിക്കുക.
ഇതവിടെ സ്ഥിരമാണെന്ന് തോന്നുന്നു. ആൾക്കാർക്കൊരു കുലുക്കൊന്നുമില്ല. പിന്നെ ഫയർഫോഴ്സ് അങ്ങനെ സംഭവങ്ങളൊന്നും വരുന്നൊന്നും കാണുന്നൊന്നുമില്ല. ഒക്കെ കണക്കാ. കോഴിസാർ പൂമ്പാറ അന്ത സൈഡിലേക്കാണ് ഗൈസ്. അവിടെ പൂമ്പാറ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. അവിടെ ഇങ്ങനെ കുറച്ച് തിങ്ങി നിറഞ്ഞുകൊണ്ടുള്ള ഒരു സെറ്റിൽമെൻറ്റ്സും പിന്നെ കുറച്ച് ക്ഷേത്രങ്ങളും പള്ളികളും ഉള്ളത്. ആ ക്ഷേത്രം കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ആ ഒരു ഡിസ്റ്റൻസിൽ നിന്നിങ്ങനെ നോക്കി കാണുമ്പോൾ ആ ഒരു സിഗ്നേച്ചർ ട്രഡീഷണൽ ആ ഒരു വൈബ് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു എന്താ അതിൻ്റെ ഡിസൈനിങ്ങിലൊക്കെ. എമർജൻസി സിറ്റുവേഷനാണ് ഗൈസ്. നമ്മുടെ CBR ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. എവിടുന്ന് ഒരു ഇടങ്ങേറ് പിടിച്ചൊരു വൈബ്രേഷനും വന്നിട്ടുണ്ട് ഈ ട്രിപ്പിൻ്റെ ഇടയിൽ കൂടെ. മനുഷ്യൻ്റെ സ്വസ്ഥകളാണ്. നമ്മളെ ഫയർ എഞ്ചിൻ വരുന്നുണ്ടല്ലോ. ഇതിനായിരുന്നു അവിടുന്ന് തുടക്കം മുതൽ ഈ വണ്ടി കയറിയിരുന്നത്. സൈറണൊക്കെ ഇട്ട് പോന്നു കഴിഞ്ഞാൽ ആൾക്കാർ മാറി തന്നത് പെട്ടെന്ന് എത്തുള്ളൂ. ഇത് കാട്ടുതീ മുഴുവൻ പടരാൻ കാത്തു നിൽക്കണമെന്നാണ് അവർ. ഏത് ചരലിൽ ചെന്നിട്ട് ബ്രേക്ക് പിടിച്ച് വീണതാണെന്നാണ് പറഞ്ഞെന്തായാലും. പോയി നോക്കാം. എന്നാലും കുറച്ച് മുന്നേ ഇവിടെ വരെയൊക്കെ ഞാനൊരുത്തന്നെ ഓവർടേക്ക് ചെയ്ത് പോയപ്പോൾ എൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്നു ആള്. നമ്മുടെ ദിൽഷാദും ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെ ശ്രദ്ധിച്ചില്ല, ആളിങ്ങനെ ബാക്കിൽ വരും എന്നുള്ള മൈൻഡിൽ അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നു. പിന്നെ 2 കിലോമീറ്ററോളമായിട്ട് ആരും ബാക്കിൽ കാണാതായപ്പോൾ വെറുതെ നിർത്തിയതാണ്. അവിടെ ഇരുന്ന് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കി. കുറേ നേരമായപ്പോഴും ആളെ കാണാത്തതുകൊണ്ട് വിളിച്ച് നോക്കി. അപ്പോഴാണ് ഈ കാര്യം അറിയുന്നത്. ആകട്ടെ, പൂമ്പാറ നമ്മളിന്ന് പോകണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. വിധി നമ്മൾ അങ്ങോട്ട് കൊണ്ടെത്തിച്ചു. പട്ടി സാർ, നമ്മൾ പൂമ്പാറ മെഡിക്കൽ സ്റ്റോറിലോട്ടാണ് പോകുന്നത്. സൈഡിൽ കാട്ടുതീയുണ്ട്. മൊത്തത്തിലൊന്ന് അപശകുനാണല്ലോ. എന്തൊക്കെയോ ഫുള്ള് മിസ്റ്റേക്ക്. ആളിപ്പോൾ വീണിട്ട് നമ്മൾ നോക്കാതെ പോകാൻ പറ്റില്ലല്ലോ. എന്തായാലും എന്താ രസം എന്നറിയോ ഈ ഒരു സ്ഥലമൊക്കെ. പട്ടി സാർ മാറൂ. പട്ടി സാർ നെട്ടി. ഇവിടെ നല്ല ഈ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട് അവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ചായ കുടിച്ചിരിക്കുന്നുണ്ട്. നല്ല വൈബ് കേട്ടോ, സെറ്റ്. ഇവിടെ ഇങ്ങനെ ഇരുന്നിങ്ങനെ പാട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം വന്നിട്ട് വെറുതെ വർത്താനം പറഞ്ഞിരുന്നാൽ മാത്രം മതി. നമുക്ക് ഭയങ്കര പീസ്ഫുള്ളായിരിക്കും കേട്ടോ. നമ്മളെ മെൻ്റലി ഒന്ന് റിഫ്രഷ് ആവാനൊക്കെ ബെസ്റ്റാണ് ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങളിൽ വന്നിട്ട് വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതി. നമുക്ക് കുറേയൊക്കെ മെൻ്റലി ഇങ്ങനെ ഒരു മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ആയി കിട്ടും. പിന്നെ പൂമ്പാറ ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു കളർ ബ്ലോക്ക്ഡ് പോലായിട്ടുള്ള ഒരുപാട് പല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സിലുള്ള വീടുകൾ കാണാം. ഈ ഒരു വ്യൂ ഒക്കെ തന്നെയാണ് ഈ പൂമ്പാറിനെ ഇത്രയും ഡിസ്റ്റിങ്ക്റ്റ് ആക്കുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ കൊടൈക്കനാൽ മന്നവന്നൂർ ആ ഗ്രാമങ്ങളിലേക്ക് പോകുന്ന അവിടുന്ന് 1 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉള്ളു ആ റൂട്ടിൽ നിന്ന്, 1.5 കിലോമീറ്റർ. സോ എന്തായാലും വരുമ്പോൾ വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്പേസാണ്. അങ്ങനെ ഇന്നത്തെ മന്നവന്നൂർ പൂണ്ടി പോക്ക് ചെറുതായിട്ട് പാളിയിട്ടുണ്ട് ഗൈസ്, കൊളായി. പോയി നോക്കാം. ഇവിടുന്ന് നല്ല നൈസായിട്ട് കാട്ടുതീ കാണട്ടെ. കാട്ടുതീ കണ്ടിരിക്കണമെങ്കിലും ഇവിടെ വന്നാൽ മതി. അണ്ണ മെഡിക്കൽ സ്റ്റോർ നേരെ. ഓക്കെ, താങ്ക്സ്. ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞ ടെമ്പിൾ. ഭയങ്കര രസമാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു സ്കൾപ്ചറും ഒക്കെ കാണാൻ. ഇവിടെ മോസ്റ്റ്ലി പിന്നെ ഈ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കൾട്ടിവേഷനൊക്കെ ആയിട്ട് ആൾക്കാർ സെയിൽ ചെയ്ത് അങ്ങനെയൊക്കെ നിൽക്കുന്നൊരു സ്ഥലമാണ്. അത്യാവശ്യം വലുതെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ടൗണാണ്. ഓക്കെ. ഓക്കെ, താങ്ക്സ്. ഓക്കെ. വഴി ചോദിച്ച് പോണ്ടി വരും. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവിടുന്ന് അണ്ണാച്ചി വളി ഇടുമെന്ന് പറഞ്ഞിട്ട് കരയേണ്ടി വരും. സൂക്ഷിച്ചൊക്കെ പോകണം ഗൈസ് ഇവിടെ ഈ ഒരു സ്ഥലത്തൊക്കെ. കുറേയധികം പട്ടി സാർസ് ഉണ്ട് ഗൈസ്. എൻ്റെ കോഴിക്കുട്ടികൾ, പഠിച്ചോനെ.
എന്താ പറ്റി? ഓ കാല് ഫുള്ള് പോയില്ലേ. അങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് ക്ലീൻ അന്റെ ഫോൺ വാങ്ങാനും അവിടെ നോക്കാനും പഠിച്ചാ നിമിത്തിച്ച. ചായ കുടിച്ചിട്ടിനി ആ പറഞ്ഞോ. എന്താ എനിക്ക് എന്താ വെച്ചാ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഒറ്റക്ക് കുടിക്കാനുള്ള പ്ലാൻ ഉണ്ടോ? ഇന്ന് ഇവിടെ വെച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലേക്കൂലേ? ഏയ് എന്താ രസമല്ലേ, സൂപ്പർ ബൈക്ക് തന്നെ. അക്രാ പൂച്ച പവർ. ചായ കുടിക്കാം. പക്ഷെ അന്നല്ല ഫോക്കസ്, വണ്ടിയാ ഫോക്കസ്. ഒറ്റൊന്ന് കിട്ടുന്നില്ല അതിൻ്റെ ഗൈസ് അവിടെ ആയിരുന്നു. പിന്നെ കുറേ നേരമായിട്ട് ഇവിടെ ഇങ്ങനെ സൈഡിലൊക്കെ നിർത്തി. അവിടെ അറ്റത്ത് സൺറൈസ് ഉണ്ടായിരുന്നു, അല്ല സൺറൈസ് അല്ല സൺസെറ്റ്. അത് പിന്നെ ഇവിടെ താഴെ വീണ്ടും കത്തുന്നുണ്ടല്ലോ. ഇത് മൊത്തത്തിൽ ഇതൊരു തീ നേഷനാണെന്ന് തോന്നുന്നു, ഫയർ നേഷൻ. ലാസ്റ്റ് എയർബെൻഡറിലൊക്കെ ഉള്ള പോലെ ഫുള്ള് ഫയർ കൊണ്ടൊരു കളിയാണ്. അവിടെയും ഫയർ, ഇവിടെയും ഫയർ, ഇവിടെ താഴെയും ഫയർ. പിന്നെ ഇവിടെ കുതിര സർ, നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒരു മൊത്തത്തിലൊരു പീസ്ഫുള്ളായിട്ടുള്ള വൈബാണ്. പിന്നെ കുറേ ഈ ഫയർ എക്സ്റ്റിങ്വിഷ് ചെയ്യാനുള്ള കുറച്ച് ടീമും ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ ഫയറിൻ്റെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ കണ്ടു. പിന്നെ ഈ സൺസെറ്റൊക്കെ കണ്ട് അങ്ങനെ വൈബ് അടിച്ചിരിക്കുക, ബൂസ്റ്റും ചായയൊക്കെ കുടിച്ചിട്ട്. സെറ്റ് കേട്ടോ, ഇവിടെ നല്ല രസമാകും. ഇനി പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ മന്നവന്നൂർ ഊട്ടി റൂട്ട് പിടിക്കും, പക്ഷേ അതിൻ്റെ ചാൻസ് വളരെ കുറവാട്ടോ. നമ്മൾ ഇനി ഇത്രയും ലേറ്റായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ മറ്റവന് വണ്ടി ഓടിക്കാൻ കഴിയുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ വിട്ടിട്ട് പോരാൻ പറ്റില്ലല്ലോ. ഓക്കെ ദിൽഷാദ, ഇജ് വെഡിങ് വർക്ക് എടുക്കണ്ട് നേട്ട്. ദിൽഷ, എൻ്റെ കല്യാണത്തിന് ഇതേമാതിരി ഫോട്ടോ എടുത്ത് തരുമോ? ഇനി നമ്മളൊരു റെസ്ക്യൂ മിഷന് പോവുകയാണ് ഗൈസ്. വണ്ടി എടുത്ത് കൊണ്ടുവരാണ്ട് ബാ. കൂക്കലെ പോയി വരാം, എന്തായാലും ഇവിടെ എത്തിയില്ലേ, പോയി വരാം. എൻ്റെ വണ്ടിയോ? ആ എന്നാ ബാ 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 ബാ. നമ്മൾ കൂക്കാൽ പോവുകയാണ് ഗുയ്സ്. എന്തായാലും ഒരുപാട് ലേറ്റായി. രാത്രി സമയത്തൊക്കെ കൂക്കാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ബട്ട് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കണ്ടേ ഈ സമയത്തൊക്കെ. ഭയങ്കര മൂടിയായിട്ട് നിൽക്കുന്നുണ്ടാവും കേട്ടോ. എന്തായാലും വലിയ വെളിച്ചവും കാര്യമൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷെ നമ്മൾ ക്യാമറ ഉള്ളതുകൊണ്ട് കുറച്ച് നല്ല ഇത് കിട്ടും. ബാ. അങ്ങനെ ആരും കാണിച്ചു തരാത്ത വഴികളിലൂടെ, ആരും കാണാത്ത സമയങ്ങളിലൂടെ നമ്മൾ മൂടി ഒരു വൈബിലൂടെ യാത്ര ചെയ്യുകയാണ് കേട്ടോ. തണുപ്പ് അടിച്ച് കയറുന്നുണ്ട്, സീനാണ്. ഓ, ഈ നേരത്തൊക്കെ പാസ് ലൈറ്റ് അടിക്കുന്നത് എന്ത് രസമാരോ. അപ്പുറത്തെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ റിഫ്ലക്ടറിൽ ഇതിങ്ങനെ കാണും, ഈ അടിച്ചിങ്ങനെ കാണും. എന്ത് ഒരു വല്ലാത്ത ഫീൽ അതൊക്കെ. ഒരു സെക്കൻഡിന് അവർ ബ്ലൈൻഡ് ആവുമെങ്കിലും ഒരു സുഖം, മനസുഖം, രസമാണ്. അയ്യോ വാലൻ്റ് അല്ല, ഞാൻ മാർക്കസ് ആവുന്നുണ്ടോ? വാ. ഹെഡ്ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി അത്രയും വെളിച്ചം കുറഞ്ഞിട്ടുണ്ട്, സൂര്യൻ പോയല്ലോ. ഓ, വണ്ടിക്ക് പോയ പവറൊക്കെ തിരിച്ചു കിട്ടിയ പോലെ ഉണ്ട്.
ഇല്ല കേട്ടോ, ഇത് ഇറക്കായത് കൊണ്ട് വണ്ടി അങ്ങനെ പുള്ള് ചെയ്ത് കയറിയതാ. ഇപ്പോഴും ആ എയറിൻ്റെ പ്രശ്നമുണ്ട്. ഇനിയിപ്പോൾ പലർക്കും അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം, നമ്മുടെ തണുത്ത എയറിന് ഡെൻസിറ്റി കൂടുതലാണ്. പക്ഷേ ഇവിടെ ഹൈ റേഞ്ച് കയറുന്തോറും എയറിന് തണുപ്പുണ്ടാവും, പക്ഷേ എയറിൻ്റെ ക്വാണ്ടിറ്റി കുറയും, അതായത് എയറിൻ്റെ ഡെൻസിറ്റി കുറയും. ഈ വരുന്ന റൂട്ടിൽ മുഴുവൻ കത്തി കിടക്കുക കേട്ടോ. ഇവിടെ ആകെ നനച്ചിട്ടുണ്ട്. നമ്മൾ വന്ന് ലേറ്റ് ആയത് നന്നായേക്കുക. നമ്മളിതിൻ്റെ ഇടയിലൊന്നും വന്ന് പെട്ടില്ല. ഓക്കെ, ആൾക്കാർ വന്ന് കെടുത്തി പോയിട്ടുണ്ട്. നല്ല സ്മെല്ലും അടിക്കുന്നുണ്ട് ആ ഒരു കത്തിയതിൻ്റെ. ഇനി ഇവിടെ പോലീസുകാരെന്തേ റിട്ടേൺ മിക്കവാറും പറഞ്ഞേക്കും. ഭയങ്കരമായിട്ട് കത്തലുണ്ടല്ലോ. പോകാൻ പറ്റുമോ? ഇവിടെ ഫുള്ള് കത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മൊത്തത്തിൽ ഈ സ്മോക്ക് നിറഞ്ഞു നിൽക്കുക കേട്ടോ. നന്നായിട്ട് ഒരു ശ്വാസം മുട്ടുന്ന ലെവലിലെ അവസ്ഥയാണ്. ഞാനിപ്പോൾ വൈസർ താഴ്ത്തി കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ടും. വൈസർ തുറന്നിട്ട് കഴിഞ്ഞാൽ ഈ സ്മോക്ക് അടിച്ചിട്ട് ശ്വാസം മുട്ടും. എനിക്ക് ഈ സ്മോക്ക് അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണൊക്കെ പെട്ടെന്ന് എരിയും. എല്ലാവർക്കും ഉള്ളതാണോ എന്നറിയില്ല. നമ്മൾ പിന്നെ അതൊന്ന് കൺസൾട്ട് ചെയ്യാനും ആരുടെ ഡൗട്ട് ചോദിക്കാനും പോകാത്തതുകൊണ്ട് ഫ്രണ്ടിക്ക് അങ്ങനെ കൺസൾട്ട് ചെയ്യാനൊന്നും പോകാത്തതുകൊണ്ട് നമുക്കിതിനെപ്പറ്റി അറിയില്ല. അത്രയേ ഉള്ളൂ. എൻ്റെ മോനെ, ഈ ഒരു നമുക്ക് ഫോഗിന് പകരം ഇപ്പോൾ കാട്ടുതീൻ്റെ മറ്റേ സ്മോക്കാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും കൊള്ളാം, സംഭവം രസമുണ്ട്. രസം നമ്മളിതിൽ ഈ ദുഃഖത്തിൽ പങ്കുചേരണമെന്നുണ്ട്. ബട്ട് സംഭവം കാണുന്ന കാഴ്ച നല്ല രസമുണ്ട്, ഡിഫറെൻ്റാ. ഇവിടെ മൊത്തത്തിൽ കത്തിയിട്ടുണ്ട് കേട്ടോ. അയ്യോ, എത്ര ഏരിയ ഇപ്പോൾ ഉള്ളിലിപ്പോഴും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം മനുഷ്യനെ കൊണ്ടുപോയിട്ട് അയ്യോ, ആ മരത്തിൻ്റെ അവിടെയൊക്കെ കത്തുന്ന നോക്കിയാൽ മനുഷ്യന് ചെന്നിട്ട് കെടുത്താൻ പറ്റുന്ന ലിമിറ്റേഷൻസ് ഉണ്ട് ഇതിനൊക്കെ. രസല്ലേ? ഇങ്ങനെയൊക്കെ ആരെങ്കിലും കൊടൈക്കനാലിൽ ഈ റൂട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഇതിനേക്കാളും ഭയാനകമായിട്ടുള്ള എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ഡൗൺ നോക്കാം. ആർക്കാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ? ഒന്നും പറയാനില്ല കേട്ടോ. ഇത് ജസ്റ്റ് വിക്കഡ് ആയിട്ടുള്ള റോങ് ടേൺ സിനിമയിലൊക്കെ ഉള്ള പോലത്തെ ഒരു സീന്. പേടിയാവും. വലത്തെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഫുള്ള് കത്തി നശിച്ചിട്ടുണ്ട്. എങ്ങനെയാണോ അതൊക്കെ ഇങ്ങനെ കത്തി പോകുന്നത്? ഇങ്ങനെയൊന്നും കത്തി സാധാരണ ഇത്ര ഡിസ്റ്റൻസിലൊക്കെ ഇങ്ങനെ കത്തുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഈ കാട്ടുതീയൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ അങ്ങനെ ആയിരിക്കും. ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഈ ജീവൻ പണയം വെച്ചിട്ട് പോകുന്നു. ഈ ദിവസത്തെ ട്രാജഡികൾ ഒരുപാടുണ്ട് കേട്ടോ. വണ്ടിക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ വൈബ്രേഷൻസ് വരുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ പവറും കുറഞ്ഞ് അതിൻ്റെ ഇടയിൽ ഒറ്റ ദിവസം കൊണ്ട് നമ്മളെ പരിചയപ്പെട്ട് കൂടെ വന്ന CBR 650R വീടുകയും ചെയ്ത് പിന്നെ ഇതേപോലെ ഫുള്ള് കാട്ട് തീയും. മൊത്തത്തിൽ ബാഡ് വൈബാണ് ഗൈസ്. ഈ റോഡ് കയറി കഴിഞ്ഞാൽ കൂക്കാൽ 8 കിലോമീറ്റർ. വീതി നല്ല കുറവാ. റോഡ് സൂക്ഷിച്ചോ. റോഡ് നല്ല വീതി കുറവുള്ള സ്ഥലമാണ്. ഈ കൂക്കാൽ റോഡിലോട്ട് നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ രാത്രി എപ്പോഴെങ്കിലും കയറുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലൈറ്റുള്ള ഹെഡ്ലൈറ്റൊക്കെ യൂസ് ചെയ്യുക. പിന്നെ വീതി നല്ല കുറവ് പറഞ്ഞാൽ നല്ല കുറവാണ്. ഒരു കാറൊക്കെ പോയിട്ട് അവിടെ വേറെ ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. ഇതുപോലെ മുന്നേ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയാം. നല്ല വീതി കുറഞ്ഞ റോഡുകളാണ്, സൂക്ഷിച്ച് പോകേണ്ട റോഡ് അതൊക്കെ. അതും ഈ 8 കിലോമീറ്റർ പറഞ്ഞാൽ ഒരു 16 കിലോമീറ്റർ പോകുന്ന ഒരു എഫേർട്ട് എടുക്കേണ്ടി വരും. പക്ഷേ സംഭവം ഒരു വിക്കഡ് ഫീലാട്ടോ. നമ്മൾ ഈ കാട്ടുതീൻ്റെ ഒരു ഇടയിലൊക്കെ പെട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ആ ഒരു ചെറിയൊരു പേടിയാണ്. ഞാനാണെങ്കിൽ ഈ ക്ലിയർ വൈസർ എടുത്തിട്ടില്ല. എനിക്ക് വൈസർ അടച്ചു കഴിഞ്ഞാൽ ഒന്നും കാണാനും പറ്റൂല. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു റോഡ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ വൈൽഡ് ലൈഫിൻ്റെ ക്രോസിങ്സ് ഉണ്ടാവും. ഇവിടെയൊക്കെ കത്തി നശിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കത്തിയിട്ടുണ്ട് ഫുള്ളായിട്ട്. ഇറ്റമ്മോ മേലൊക്കെ കനലാണ് കാണുന്നത്. സീൻ എൻ്റെ ലൈഫിൽ ഞാൻ ഇതുപോലെ കാട്ടുതീൻ്റെ ഇടയിൽ കൂടെ എൻ്റെ
എൻ്റെ ലൈഫിൽ ഞാൻ ഇതുപോലെ ഓടിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് കാണുമ്പോൾ പേടിയാവും, ജീവൻ പോലെ. എൻ്റെ സീൻ. നല്ല ചൂടുണ്ട് കേട്ടോ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ. എൻ്റെ പടച്ചോനെ, ആ അറ്റത്ത് ഫുള്ള് കത്തുക. നമ്മൾ വരുന്ന ദിവസം കണക്കാക്കിയതെല്ലാം കൂടെ ആരോ കത്തിച്ചിട്ട പോലെ ഉണ്ട്. കാട്ടുതീ വ്ളോഗായിപ്പോയത് സീൻ. ഇവിടെ ഒരു ലേക്ക് വ്യൂവിൻ്റെ അടുത്ത് എത്തിയ ഫയർ എഞ്ചിൻ്റെ വണ്ടിയൊക്കെ ഉണ്ട്. ഇവരുള്ളതുകൊണ്ട് തിരക്കടില്ല. അല്ലെങ്കിൽ ഇവിടെ ഈ ലേക്കിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തിട്ട് അങ്ങനെ ലേക്കിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തിട്ട് അതിൽ കയറ്റും, കൊണ്ടുപോയിട്ട് അണക്കും, വീണ്ടും തിരിച്ചു വരും, ലേക്കിൽ നിന്ന് പമ്പ് ചെയ്യും. ഇതന്നെ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇവരുടെയൊക്കെ എഫേർട്ട് എന്തായാലും ഒരു സംഭവം തന്നെ കേട്ടോ. നമ്മളെ ഫയർമാൻ സിനിമയിലുണ്ടല്ലോ മമ്മൂട്ടി കാണിച്ചു തരുന്നത്, അതൊക്കെ കണ്ടപ്പോഴാണ് ഫയർമാൻസ് എത്രത്തോളം റിസ്ക് എടുത്തുള്ള ജോലിയാണ് ഈ ചെയ്യുന്നതൊക്കെ മനസ്സിലായിട്ടുള്ളത്. ഈ ഫയർ എൻജിൻസിന് റോഡിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള വണ്ടികളാണ്. അതായത് ആംബുലൻസ് പോലും ഫയർ എൻജിൻസ് വരുമ്പോൾ മാറി കൊടുക്കണം, അത്രയും പ്രയോറിറ്റിയാണ് ഈ ഫയർ എൻജിൻസിന്. അത് കഴിഞ്ഞിട്ടാണ് ആംബുലൻസ്, അത് കഴിഞ്ഞിട്ട് പോലീസ് വാഹനം. അങ്ങനെയാണ് അതിൻ്റെ നാട്ടു നടപ്പ്. ഓക്കെ. അയ്യോ, അയ്യോ, വീണ്ടും ഇതാണല്ലോ, കാട്ടുതീയാണല്ലോ. കാണുമ്പോൾ തന്നെ പേടിയാണ്. ഈ തീയുള്ള സ്ഥലത്തേക്ക് തന്നെ പോകാനുള്ള മനുഷ്യൻ്റെ ഒരു ടെൻഡൻസി നോക്കി. അവിടെ ഇങ്ങനെ അയ്യോ ഓറഞ്ച് കളറൊക്കെ, എൻ്റെ അമ്മോ തെറിച്ച് കാണുന്നു. എൻ്റെ മോനെ, ഇതാണ് നമ്മൾ പറഞ്ഞ കൂക്കാൽ ഏരിയ. നമ്മൾക്ക് വണ്ടി നിർത്താൻ പറ്റിയ. ഇവിടെ വെളിച്ചം ഒരു തുള്ളിയില്ല. നമ്മൾ സ്ട്രെയിറ്റ് കൂക്കാൽ ലേക്ക് വരെ പിടിക്കുക, അത് കഴിഞ്ഞിട്ട് നേരെ റിട്ടേൺ. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് സീനാ. പോയല്ലേ, ഇവിടുന്ന് തിരിക്കാം, അതാ നല്ലേ. ില്ലെങ്കിൽ ഇവിടെ ഇത് കിട്ടൂല, ഇങ്ങനത്തെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. വല്ലാത്ത ജാതി. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കേട്ടോ കാട്ടുതീൻ്റെ ഇടയിൽ കൂടെയൊക്കെ വണ്ടി ഓടിക്കുന്നത്. ഇപ്പോൾ ബാറ്ററിയിൽ ഗോപ്രോയിൽ ചാർജ് തീരുകയും ചെയ്യും. പിന്നെ നമ്മളെ വണ്ടിയിലൊക്കെ പെട്രോളുമാണ്. ഓവർ ഹീറ്റായി നിൽക്കുന്ന സമയം നമ്മൾ ഓവറായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന അത്രത്തോളം ഒരു സേഫായിട്ട്, നമ്മളെ സേഫ്റ്റിയും കൂടെ നോക്കണമല്ലോ. സേഫായിട്ടുള്ളൊരു കാര്യം കൂടെ അല്ല. നമ്മളെ ബാബു ഉണ്ടല്ലോ, മറ്റേ ഇടുക്കി ഏതോ മലൻ്റെ മേലെ ചെന്നിട്ട് കുടുങ്ങി കിടക്കണം, അതേപോലെ ആവും നമ്മൾ ഇവിടെ കഴിഞ്ഞ് വന്നിട്ട് പെട്ട് കഴിഞ്ഞാൽ. അവിടെ അപ്പുറത്ത് ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, നമ്മളെ വേഗം ഓടിച്ച് വിട്ട് ഇവിടുന്ന്. വീഡിയോസ് ഒന്നും എടുക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട്. എന്താ ഇവിടെ ഫുള്ള് കത്തിക്കൊണ്ടിരിക്കുക. ഓ ഭയങ്കര പുക, ഫുള്ള് കത്തി ഇല്ലാതായിട്ടുണ്ട്. എൻ്റെ ലൈറ്റില്ല, ഒന്നും കാണണം. കുരച്ചിട്ട് ഫുള്ള് സീനാട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ടാറ്റ ബൈ ബൈ. ഫുള്ള് പ്രശ്നമാണ് ഇവിടെ. അയ്യോ, കുരച്ച് കണ്ണും നിറഞ്ഞ് ഇവിടെ നിൽക്കുന്ന അത്രത്തോളം സേഫും അല്ല. ഇത് കത്തി കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. ഇവിടെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് തീ അണച്ചുകൊണ്ടിരിക്കുക. നമുക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പോട്ടെ, എന്താ വെക്കാം. ഓക്കെ. അങ്ങനെ അതിഭയാനകമായിട്ടുള്ള ഒരു കൊടൈക്കനാൽ ഫോറസ്റ്റ് ഫയർ എക്സ്പീരിയൻസും കഴിഞ്ഞ് എങ്ങനെയോ കിട്ടിയ ജീവനും കൊണ്ട് ഞങ്ങൾ റിട്ടേൺ പോന്നിട്ടുണ്ട്. റിട്ടേൺ വരുന്ന വഴിക്ക് CBR 650R ഞാനാണ് ഓടിച്ചിരുന്നത്. പക്ഷേ ഗോപ്രോയിൽ ബാറ്ററി ഇല്ലായിരുന്നു. ബാറ്ററി ഗോൺ ഖത്തം ഹോഗയ. സോ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. സ്റ്റിൽ നല്ല മെമ്മറീസ് ആയിരുന്നു. എന്നാലും കഥ ഇവിടെ തീർന്നിട്ടില്ല. കഥ ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ വരാം. സ്റ്റേ ട്യൂൺഡ്. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടെന്ന് അറിയാം. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ടാണ് ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടുള്ളത്. എൻ്റെ ലൈഫിലെ കരിയർ ചേഞ്ചും അതിൻ്റെ കുറച്ച് ഭാഗങ്ങളുമായിട്ട് ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തതായിരുന്നു. എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡ് ഉടനെ ഇടാൻ നോക്കാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.